2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ അധികാരത്തിലെത്താം എന്ന ഒരു ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയായിരുന്നു അവർ കളത്തിലിറങ്ങിയത്. ആദ്യം ഭാരത് ജോഡോ യാത്ര നടത്തുന്നു. പിന്നീട് അത് വിജയമാണ് എന്ന് ഉറപ്പാക്കിയ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നു. സ്വാഭാവികമായും ആ യാത്രക്കിടയിലുണ്ടായ പ്രതിസന്ധികളെല്ലാം കൃത്യമായ രീതിയിൽ ജനങ്ങളെ എത്തിക്കുകയും ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുവാൻ വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ തന്നെയായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും അവതരിപ്പിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെച്ചത് സ്ത്രീകളെയായിരുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായ പല പദ്ധതികളും BJP മുൻപോട്ട് വെച്ചു. അതിൽ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള അവശ്യ സാധനങ്ങൾ, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവശ്യ സാധനങ്ങളെയെല്ലാം കാര്യമായ രീതിയിൽ പരിഗണിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്കുള്ള പല പദ്ധതികളും മുൻപോട്ട് വെച്ചു. 2019 അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ സ്ത്രീകൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിച്ച പല ഘടകങ്ങളും പല പദ്ധതികളും നടത്തിയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് ഉയർത്തുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് 2024 അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികളൊന്നും ശരിയല്ല എന്നും അതെല്ലാം പൊള്ളത്തരങ്ങളാണെന്നുമാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ 2024 കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന പദ്ധതികളിൽ അവരുടെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറയുന്ന ചില പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാലക്ഷ്മി സ്കീമാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ പൂർത്തീകരിച്ചു. ഇനി 6ഉം 7ഉമാണ്. ഡൽഹി അടങ്ങുന്ന സംസ്ഥാനങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കുവാനുള്ളത്. മെയ് 25ഉം ജൂൺ 1ഉമായി നടക്കുന്ന 6ഉം 7ഉം ഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായി കോൺഗ്രസ് ഇറക്കിയ പദ്ധതികളെല്ലാം കാര്യമായ രീതിയിൽ പ്രചരണായുധമായി അവസാന നിമിഷം ഉപയോഗിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് മഹാലക്ഷ്മി സ്കീമാണ്. മഹാലക്ഷ്മി സ്കീമുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് 40 ലക്ഷത്തിലധികം കോപ്പിയടിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഇറക്കുക എന്നുള്ളത് ഒന്നാമത്തെ പദ്ധതി. ഒപ്പം വീടുകൾ തോറും കയറിയിറങ്ങി മഹാലക്ഷ്മി പദ്ധതി അടക്കമുള്ള സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികളെപ്പറ്റി കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഉദ്ദേശം. കൂടാതെ സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ത്രീകൾ കൂടുതൽ വരുന്ന ഇടങ്ങൾ, അവിടങ്ങളിലെല്ലാം ബോധവൽക്കരണം നൽകുക എന്നുള്ളത് മൂന്നാമത്തെ പദ്ധതി. അങ്ങനെ തന്ത്രപരമായ നീക്കത്തിലൂടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ വോട്ടർമാരെ എല്ലാം തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് മഹാലക്ഷ്മി സ്കീമിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്നത്. ഇനി എന്താണ് മഹാലക്ഷ്മി സ്കീം? 2023 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 5ൽ 4ഇടത്തും BJP വിജയിക്കുന്നു. ഒരിടത്ത് മാത്രം തെലങ്കാന വിജയിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന് പോലും വിജയിക്കും എന്ന് ശുഭപ്രതീക്ഷയില്ലാതിരുന്ന തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒരു വലിയ ഫാക്ടറായിരുന്നെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഘടകം തെലങ്കാനയിൽ ഉണ്ടായിരുന്നു. അത് മഹാലക്ഷ്മി സ്കീം തന്നെയാണ്. 2500 രൂപ പ്രതിമാസം ഓരോ നിർധരായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് സിലിണ്ടർ 500 രൂപയ്ക്ക് നൽകിക്കൊണ്ട് സംസ്ഥാനത്തേക്ക് എവിടെ പോകുവാൻ വേണ്ടിയും ബസ് സൗജന്യമായി നൽകിക്കൊണ്ട് വളരെ വിദഗ്ധമായി കോൺഗ്രസ് സംസ്ഥാനത്ത് അവതരിപ്പിച്ച മഹാലക്ഷ്മി സ്കീം വലിയ തോതിലാണ് സ്ത്രീകൾക്കിടയിൽ ചർച്ചയായത്. അതിൻ്റെ പ്രതിഫലനം കൂടി തന്നെയാണ് തെലങ്കാനയിലെ വമ്പൻ വിജയമെന്നും അവർ ആത്മവിശ്വാസത്തോടുകൂടി കരുതുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനത്തെയും സ്ത്രീകൾ കടുത്ത ദാരിദ്ര്യത്തിലാണ്. സ്വന്തമായി പണം ഉപയോഗപ്പെടുത്തി ജീവിതം സുഗമമാക്കുവാൻ കഴിയുന്ന യാതൊരു സന്ദർഭങ്ങളും ആ സ്ത്രീകളുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് മഹാലക്ഷ്മി സ്കീം കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത് എന്ന് സോണിയാഗാന്ധി പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇനി ഒരു സ്ത്രീയുടെയും കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിയുവാൻ കാരണമാകരുത്. ഇനി എല്ലാവരും ലക്ഷാധിപതികളായി ജീവിക്കണം. സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കൊണ്ട് ആരോഗ്യപരമായോ വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ അനുഭവിക്കുവാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശം കൂടി മഹാലക്ഷ്മി സ്കീമിന് പിന്നിലുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു. എന്തായാലും 6ഉം 7ഉം ഘട്ടമായി നടക്കുവാൻ പോകുന്ന ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രചരണായുധമായി മഹാലക്ഷ്മി സ്കീം മുൻപോട്ട് വയ്ക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ മറികടന്നുകൊണ്ട് മഹാലക്ഷ്മി സ്കീമിന് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. പ്രാദേശിക തലത്തിലുള്ള പാർട്ടികളെ ഒത്തുചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്തിനോടൊപ്പം മഹാലക്ഷ്മി സ്കീം കൂടി മുൻപോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ വോട്ടുകൾ ആകർഷിക്കുവാൻ കഴിയും എന്ന തന്ത്രപരമായ ഒരു പുതിയ നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ അവയെല്ലാം ഓട്ടായി മാറുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ സംഘടനാ മികവിൽ താഴെത്തട്ടിൽ തന്നെ നിൽക്കുന്ന കോൺഗ്രസിന് എങ്ങനെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതും വലിയ ഒരു ചോദ്യമാണ്.
പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾക്ക് പലതിനും മറുപടി കൃത്യമായി പറയുവാൻ സാധിക്കാതെ പോകുന്ന കോൺഗ്രസിന്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ആ മറുപടി കൃത്യമായി എത്തിക്കുവാൻ കഴിയാതെ പോകുന്ന കോൺഗ്രസിന്, സംഘടനാപരമായി ദുർബലപ്പെട്ടു നിന്നിരുന്ന കോൺഗ്രസിന് ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത് കൂടി ആയപ്പോഴേക്കും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അറിയിക്കേണ്ടതെല്ലാം അറിയിക്കുവാൻ കഴിയുന്നു എന്നൊരു ആത്മവിശ്വാസം ഉള്ളിലുള്ളപ്പോൾ മഹാലക്ഷ്മി സ്കീം ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസുമുള്ളത്. ഇനി അറിയേണ്ടത് ആരുടെ ഗ്യാരണ്ടിക്കാണ് ജനം കൂടുതൽ വില നൽകുക, അതായത് ഇനി അറിയേണ്ടത് ആരുടെ ഗ്യാരണ്ടിക്കാണ് ജനം വോട്ട് നൽകുക.